വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. പഴയ നിയമത്തിൽ നിന്നുള്ള ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു വാക്യം കൂടെ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 32:28. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഒരുപാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് ജയിക്കുന്നവന് കിട്ടുന്ന അനുഗ്രഹങ്ങളിലുള്ള, പ്രത്യേകിച്ച് നാം വായിച്ച 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പെർഗമോസിലെ സഭയിലെ ദൂതന് അല്ലെ പെർഗമോസിലെ സഭയ്ക്ക് കൊടുക്കുന്ന ദൂതാണ്. അപ്പം അവിടെ പറയുന്ന അനുഗ്രഹം ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന, വെള്ളക്കല്ല്, അതിൽ ഒരു പുതിയ പേര്, ജയിക്കുന്നവൻ ഒരു പുതിയ പേര് കൊടുക്കുമെന്നാണ് അവിടെ പറയുന്നത്. ഇതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചത്. യാക്കോബിന് ജയിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം ഒരു പുതിയ പേര് കൊടുത്തു. ദൈവം തന്നെ യാക്കോബിനോട് പറയുകയാണ്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് എനിക്ക് ഞാനൊരു പുതിയ പേര് തരിക, ഇസ്രായേൽ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ച ആ പ്രസ്താവനയുടെ ദൃഷ്ടാന്തമാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിലെ വായിക്കുന്നത്. ജയിക്കുന്നവന് പുതിയ പേര് കൊടുക്കുക എന്നുള്ളത് ജയിക്കുന്നവരുടെ അവകാശമായിട്ട്, അല്ലെ ജയിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മളെ ഭാവിയോട് ബന്ധപ്പെട്ട നമുക്കറിയാം, ആ പേര് കിട്ടാൻ പോകുന്നേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-3 അധ്യായങ്ങളിൽ സഭകൾക്കുള്ള ദൂതുകളാണ്. 7 സഭകൾക്കുള്ള ദൂത്, അഥവാ പെന്തക്കോസ്ത് നാൾ മുതലുള്ള സഭ എടുക്കപ്പെടുന്നവരും വരെയുള്ള എല്ലാ കാലഘട്ടത്തിലെയും ദൈവസഭകൾക്കുള്ള ദൂതുകൾ. ആ നിലയിലാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആ ദൂത് തന്നിട്ടുള്ളത്. ആ 7 സഭകളുടെയും ദൂതുകൾ ഓരോ പാരഗ്രാഫ് നമ്മുടെ ബൈബിളിൽ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മളത് വായിച്ചാൽ 7 സഭയോട് ബന്ധപ്പെട്ടും പലവിധ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്നിടത്ത് അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അവരെ തിരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ശാസിക്കുന്നുണ്ട്, അവർക്ക് ചില പ്രതിഫലങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ആ 7 വായിച്ചാൽ നമുക്കറിയാം. എന്നാൽ 7 പറയുന്ന ഒരു കാര്യമാണ് ജയിക്കുന്നവന്. ജയിക്കുന്നവന് എന്നുള്ളത് 7 സഭകളോട് ബന്ധപ്പെട്ടും പറയുന്ന ഒരു പ്രസ്താവനയാണ്. നമ്മൾ ഓരോന്ന് വായിച്ചാൽ ആദ്യം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ജയിക്കുന്നവന് കൊടുക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് പറയുന്നത് ജീവവൃക്ഷത്തിൻ്റെ ഫലം അവന് തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് നമുക്കറിയാം, ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്ന മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. ഇനി ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിക്കാൻ ഇടവരരുത് എന്ന് പറഞ്ഞാൽ പുറത്താക്കിയത്. പുറത്താക്കിയിട്ട് തിരിച്ച് കയറാതിരിക്കാനുള്ള ക്രമീകരണവും ചെയ്തു. കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയും ഒക്കെ ആയിട്ട് അവിടെ കാവല് നിർത്തി. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം അവന് തിന്നാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ നിത്യജീവൻ അവന് കൊടുക്കും. അത് ജയിക്കുന്നവന് കിട്ടുന്ന ഒരനുഗ്രഹമാണ്. വീണ്ടും അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ജയിക്കുന്നവന് കിട്ടുന്ന മറ്റൊരു അനുഗ്രഹമായിട്ട് പറയുന്നത് 2-ാം മരണത്തിൽ അവന് ദോഷം വരികയില്ല എന്നുള്ളതാണ്. പറയാം, 2-ാം മരണം എന്ന് പറയുന്ന നിത്യമരണത്തിൽ നിന്ന് അവന് വിടുതലുണ്ട്. അതാണ് ജയിക്കുന്നവൻ്റെ അനുഭവം. ഇപ്പം നമ്മൾ വായിച്ചത് പെർഗമോസ് സഭയോട് ബന്ധപ്പെട്ട 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. മറഞ്ഞിരിക്കുന്ന മന്ന കിട്ടും, ഒരു വെള്ളക്കല്ല് കിട്ടും, അതിലൊരു പുതിയ പേര്. നമ്മൾ ആ ഭാഗത്തോട് ബന്ധപ്പെട്ട അല്പം ചിന്തിക്കാൻ പോകുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ജയിക്കുന്നവന് ജാതികളുടെ മേൽ അധികാരം ലഭിക്കും എന്ന് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ലഭിക്കും, അല്ലെ അവന് വെള്ളയുടുപ്പ് ധരിക്കാം എന്ന് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ജയിക്കുന്നവനെ ദേവാലയത്തിലെ തൂണാക്കും എന്ന് പറയുന്നുണ്ട്. എൻ്റെ ആലയത്തിലെ തൂണാക്കും. 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ജയിക്കുന്നവന് സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഭാവി കാലത്ത് ലഭിക്കാൻ പോകുന്ന ചില അനുഗ്രഹങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ
സഭകളോട് ബന്ധപ്പെട്ട് അവർക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ അഥവാ ആത്മീയമായ അനുഗ്രഹങ്ങളെ ഓർപ്പിക്കുന്ന ചില ഭാഗങ്ങൾ കൂടിയാണ്. ആ ഭാഗത്തു നിന്നുള്ള എല്ലാ ജയിക്കുന്നവന് കിട്ടുന്ന എല്ലാ അനുഭവങ്ങളെയും എടുത്ത് വിശദീകരിക്കാനല്ല ഞാൻ ഇപ്പോൾ ഈ പരിമിതമായ സമയത്ത് ശ്രമിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യത്തോട് ബന്ധപ്പെട്ട് പ്രായോഗികമായ ചില ആലോചനകൾ നമ്മുടെ ആത്മീയ ധൈര്യത്തിനും പ്രബോധനത്തിനുമായി ഓർപ്പിക്കുക എന്ന് മാത്രം. 2-ാം അധ്യായം 17-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. അത് പെർഗമോസിലെ സഭയുടെ ദൂതന് അഥവാ പെർഗമോസിലെ സഭയ്ക്ക് അല്ലെ പെർഗമോസിലെ സഭയിലെ ദൈവസഭയിലെ വിശ്വാസികൾക്ക് നൽകപ്പെട്ട ആലോചന. അപ്പൊ അവിടെ പറയുന്നിടത്ത് ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഇതൊക്കെ വെളിപ്പാട് പുസ്തകത്തിന്റെ പഠനത്തിൽ നമ്മൾ മുൻപൊന്ന് പഠിച്ചിട്ടുള്ളതാണ്. അതെന്താ എന്നൊന്നും ഇന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊരു പഠനമല്ല ഇപ്പോൾ. അതുകൊണ്ട് എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത ശ്രദ്ധിച്ച്, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. എനിക്കും നിങ്ങൾക്കും ഒക്കെ ദൈവം ഒരു പുതിയ പേരിട്ടിട്ടുണ്ട്, ഒരു പുതിയ പേര്. അത് ഏതാ പുതിയ പേര്? നമുക്കാർക്കും അറിയത്തില്ല. ജയിക്കുന്നവന് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ കൊടുക്കുന്ന പേരിനെ കുറിച്ചൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും എന്ന് പറഞ്ഞാൽ പുതിയ മന്നയല്ല, പഴയ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഒരു വെള്ളക്കല്ലും അതിന്മേൽ എഴുതിയിരിക്കുന്നതുമായ ഒരു പുതിയ പേര്. നമ്മൾ ചെന്ന് കഴിഞ്ഞ് ഒരു പുതിയ വെള്ളക്കല്ലുണ്ടാക്കുമൊന്നുമല്ല. ഒരു വെള്ളക്കല്ലും അതേലൊരു പേരും എഴുതിയിട്ടുണ്ട്. അന്ന് അത് നമുക്ക് തരും. അപ്പൊ ഇപ്പോഴേ ആ പേര് ആ വെള്ളക്കല്ലിൽ ഒത്തിവെച്ചിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണ ഒരു അവാർഡൊക്കെ കിട്ടുമ്പോൾ ആ അവാർഡ് കിട്ടുമ്പം തരുന്ന ട്രോഫി അല്ലെങ്കിൽ സ്വർണ്ണക്കല്ലോ എന്തുമാകട്ടെ, അതിൽ ആർക്കാണോ അവാർഡ് കിട്ടുന്നത് അവരുടെ പേര് കൊത്തിവെച്ചിരിക്കും. പേരൂടെ കൊത്തിയാ തരുന്നത്. അതുപോലെ നമുക്ക് തരാനുള്ള ഇതൊക്കെ പഴയ നിയമത്തിലെ മഹാപുരോഹിതന്റെ വസ്ത്രത്തോട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കേണ്ടതാണ്. ഊമീമും തുമ്മീമും എന്നൊക്കെയുള്ള ആ ഭാഗത്തോട് ബന്ധപ്പെട്ട് പഠനം നടത്തേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാഗത്തൊരു പഠനത്തിനല്ല ഞാൻ ശ്രമിക്കുന്നത്, മറിച്ച് പ്രായോഗികമായ ചില ചിന്തകൾ. അപ്പൊ നമുക്ക് തരാൻ ഒരു ട്രോഫി, നമുക്ക് തരാൻ ഒരു വെള്ളക്കല്ല് അതുണ്ട്, ദൈവം കരുതി വെച്ചിരിക്കുക. ആ കല്ലിൽ നമുക്കൊരു പുതിയ പേരും എഴുതി വെച്ചിട്ടുണ്ട്. അതും അന്ന് നമുക്ക് തരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവസന്നിധിയിൽ എൻ്റെ പേര് എന്തല്ല, ഇപ്പൊ നിങ്ങളൊക്കെ വിളിക്കുന്ന സജീവനോടായി എന്നുള്ളതൊന്നുമല്ല. ദൈവസന്നിധിയിൽ എനിക്കുള്ള പേര്, ദൈവം എനിക്കൊരു പുതിയ പേര് തന്നിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ആ പേരിനെ കുറിച്ച് ഇവിടെ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചേ. ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ ഒരു പുതിയ പേര്. അപ്പൊ ആ കല്ലിൽ ഒരു പുതിയ പേര് എഴുതിയിട്ടുണ്ട്. എന്റെ പുതിയ പേരെഴുതിയ കല്ല, ആ വെള്ളക്കല്ല തരാൻ പോണത്. പക്ഷെ ഇപ്പൊ എന്നോട് ആ പേര് പറഞ്ഞിട്ടില്ലേ, എനിക്കറിയത്തില്ല. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് നല്ല ഇടയൻ എന്ന് കർത്താവിനെ തന്നെ വിശേഷിപ്പിക്കുന്ന വേദഭാഗമാണ്. അവിടെ നാം വായിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ഈ ഇടയൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. പേര് ഇപ്പം ഇവിടെയുള്ള പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ അബ്രഹാമിനെ പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്, ശമൂവേലിനെ വിളിച്ചിട്ടുണ്ട്, ശൗലിനെ വിളിച്ചിട്ടുണ്ട്, സഖായിയെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പറയുന്നത് തൻ്റെ കൂടെ വന്ന ആടുകളെ, തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ പെട്ടവരെ പിന്നെ വിളിക്കുന്ന കാര്യമാണ്. പേര് ചൊല്ലി വിളിക്കുന്നു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഏത് പേരാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ ഇപ്പോഴത്തെ പേരെടുത്ത് നമ്മെ വിളിച്ച് വ്യക്തിപരമായി സംസാരിക്കുന്ന കാര്യമാണോ? ഏതായാലും വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗം വെച്ച് ഞാൻ പറയട്ടെ, ദൈവവും ഞാനും മാത്രം അറിയുന്ന, എനിക്കിപ്പോൾ അറിയത്തില്ല, അറിയാൻ പോകുന്നേ ഉള്ളൂ, ദൈവവും ഞാനും മാത്രം അറിയുന്ന ഒരു പേര്, ഒരു വിളി അതുണ്ട്, ഒരു പുതിയ പേര്. അപ്പൊ അവിടെ ഒരു സംശയം, എന്തുകൊണ്ട് ആ പേര് ഇപ്പൊ എന്നെ അറിയിച്ചില്ല? ഈ പേര് ഇടുന്നത് ആരാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആരാ ഇടുന്നത്? ഞാൻ അവന് വെള്ളക്കല്ലിൽ ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. ആ പുതിയ പേര് ഇടുന്നത് ആരാ? നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് പേരിടും. ആ മക്കൾക്ക് പേരിടുന്നത് ആരാ? നമ്മളാ. പേരൻസാ പേരിടുന്നത്. ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചാക്കിയ സകല മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവജാലങ്ങൾക്ക് പോലും പേരിട്ടതാരാ? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യനെ ഏൽപ്പിച്ചു നീ പേരിട്ടോളാൻ, മനുഷ്യന്റെ മുമ്പാകെ നടത്തി, മനുഷ്യനെ അവയ്ക്ക് പേരിട്ടത്. ദൈവം പേരിട്ടതായ ചുരുക്കം ചിലത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അല്ലെ കർത്താവ് നേരിട്ട് പേരിട്ടത്,
അപ്പം നമ്മളിപ്പം പഴയ നിയമത്തിൽ വായിച്ച യാക്കോബിന് ദൈവം പുതിയ പേരിട്ടു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശിമോനെ വിളിച്ചിട്ട് പുതിയ പേരിട്ടു. പത്രോസ് എന്നുള്ള പേര് കർത്താവ് ഇട്ടു. അങ്ങനെ കർത്താവ് തന്നെ പേരിട്ടത് അല്ലെങ്കിൽ പുതിയ പേരിട്ടത് ചില ദൃഷ്ടാന്തങ്ങൾ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഈ ഭൂമി ജനിച്ചപ്പം പേരിട്ടതാരാ? കർത്താവ് ഈ ഭൂമിയിലോട്ട് വന്നപ്പോൾ യേശു എന്നുള്ള പേരിട്ടതാരാ? യോസേഫും മറിയയും മാതാപിതാക്കളാണോ? മാതാപിതാക്കളായിരുന്നു പേരിട്ടതെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, യേശു എന്നുള്ള പേരിടത്തില്ല. നമ്മൾ ഇന്നത്തെ നിലയിലാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ നിലയിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടാനായിട്ടുള്ളൊരു, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എല്ലാം അവര് ഉൽപാദിതമായി അതാണോ പെണ്ണോ എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ 2 പേര് സെലക്ട് ചെയ്ത് വെക്കും, അല്ലേ? സെലക്ട് ചെയ്ത് വെക്കും, കണ്ടുപിടിച്ച് വെക്കും. അതെങ്ങനത്തെ പേരായിരിക്കും? സാധാരണ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ചിന്തിക്കുന്നത്, നമ്മുടെ സഭയിൽ വേറെ ആർക്കും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വേറെ ആർക്കും ഇല്ലാത്ത, ഇതുവരെ ആരും ഇട്ടിട്ടില്ലാത്ത, പെട്ടെന്ന് തിരിച്ചറിയത്തക്ക എന്തെങ്കിലും വെറൈറ്റി ഉള്ള, അതിനകത്ത് അല്പം മീനിങ് ഒക്കെ ഉള്ള ഒരു പേര്. അതാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ പേര് നമ്മളിപ്പം യോസേഫിൻ്റെ എനിക്ക് ദൈവത്തിൻ്റെ ദൂതൻ ചെന്നേച്ച് പറയുകയാണ്, നീ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീ ഗർഭവതിയാ, കൊണ്ട് നീ വിഷമിക്കേണ്ട, നീ ഉപേക്ഷിക്കൊന്നും വേണ്ട, സ്വീകരിച്ചോണം. ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുക, അത് പരിശുദ്ധാത്മാവിനാണ് ജനിക്കാൻ പോകുന്നത്, അതുകൊണ്ട് നീ സ്വീകരിച്ചോണം. അവൻ തൻ്റെ ജനത്തെ, ആ കുഞ്ഞ് അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് എന്ത് പേരിടണം? യേശു. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് മറിയയ്ക്കും യോസേഫിനും പേരിടാൻ അവസരം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ ദൈവം ദൂതനെ അയച്ച് പേര് പറഞ്ഞു കൊടുത്തു, ഇന്ന പേരെ ഇടാവുള്ള യേശു എന്ന്. ഞാൻ കരുതുകയാണ്, അവർക്കാരും അവകാശം കിട്ടിയിരുന്നെങ്കിൽ, അവർ ഇട്ടിരുന്നതെങ്കിൽ യേശു എന്ന പേരിടത്തില്ല. കാരണം ആ പേര് അന്ന് കോമൺ. ആ യേശു എന്നുള്ള പേര് പഴയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിലെ യോശുവ ഉൾപ്പെടെ പഴയ നിയമകാലത്തും ഈ കാലത്തുമൊക്കെ ഈ പേര് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് എല്ലാവരും വിളിക്കുന്ന, എല്ലായിടത്തുമുള്ള, അല്ലെങ്കിൽ എല്ലാ വീട്ടിലുമുള്ള ഈ പേര് അതിടാനൊരു സാധ്യത കുറവാണ്. ഏതായാലും ദൂതൻ തന്നെ വന്ന് യോസേഫിനോട് പറഞ്ഞു, ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഇന്ന പേരിട്ടോണം. അതുപോലെ അതിന്റെ തൊട്ട് താഴെ പ്രവചനം എഴുതിയിട്ടുണ്ട്, ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അതും ദൈവം ഇട്ട പേരാ, ദൈവത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയായി തന്നെ ലഭിക്കേണ്ട പേരാ. അപ്പൊ അങ്ങനെ യേശു ഉൾപ്പെടെ അല്ല, വേറെ ചിലയിടത്തൊക്കെ നമ്മൾ നോക്കിയാൽ ദൈവം പേരിട്ടതോ പുതിയ പേരിട്ടതോ ഒക്കെ ആയിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ സാധാരണ നമ്മൾ വായിക്കുന്നത് മനുഷ്യനാണ് പേരിടുന്നത്. പേരിടാനുള്ള അവകാശം മനുഷ്യന് തന്നെ കൊടുത്തു. ദൈവത്തിന്റെ മറ്റ് സൃഷ്ടികളായ സകലത്തെയും അവന്റെ മുമ്പിലൂടെ നടത്തിയിട്ട് അവനോട് പറഞ്ഞു, നീ പേരിട്ടു. അവനിട്ടു. അതെല്ലാം ദൈവം അങ്ങ് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ പേരിനെല്ലാം അപ്പുറത്ത് ജയിക്കുന്നവർക്ക് വേറൊരു പേര് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആ പേരിന്റെ ഒരു പ്രത്യേകത ഇവിടെ പറയുന്നത്, ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര്. ഈ പേരിനൊരു പ്രത്യേകതയുണ്ട്. ഈ പേര് ആർക്കൊക്കെ അറിയാവുന്നത്? ഈ പേരറിയാവുന്നത്, ഞാൻ ഇങ്ങനെ പറയട്ടെ, ആകെ 2 പേർക്ക് അറിയാവുള്ളൂ. ഒന്ന് ദൈവത്തിനും, അത് കിട്ടുന്നയാളിനും. അങ്ങനെ തന്നെ വാക്യം എഴുതിയിരിക്കുന്നത്. ജയിക്കുന്നവന് ലഭിക്കാൻ പോണ പേര് ആ വെള്ളക്കല്ലിൽ എപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുള്ള, എനിക്ക് കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ എന്നെ പേരെടുത്ത് വിളിക്കാൻ പോകുന്ന. ഞാനിതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ മാറ്റി വെച്ചിട്ടിരുന്ന് ഇങ്ങനെ ചിന്തിക്കും. കുറെ ഭാവനകളിലൂടെയൊക്കെ കടന്നു പോകും. അപ്പൊ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയത് ഞാനങ്ങ് പറയാം. അവിടെ ചെന്ന് കഴിയുമ്പം അനേക സജീവമാര് കാണും, സ്വർഗത്തിൽ അനേക സജീവമാര് കാണും. അപ്പൊ സജീവേന്ന് വിളിച്ചാൽ ഇതിൽ ആരെയാ വിളിച്ചതെന്ന് എങ്ങനെ അറിയുന്നു? അതുകൊണ്ട് വേറെ ആർക്കും ഇല്ലാത്ത, എനിക്ക് മാത്രം ദൈവത്തിന്റെ വിളി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പേരെനിക്ക് വേണം. അതായിരിക്കും ഈ പുതിയ പേര്. പിന്നെ എന്തുകൊണ്ടത് ഇന്ന് വെളിപ്പെടുത്തി തന്നിട്ടില്ല? ഇന്ന് ആ പേരെന്നെ അറിയിച്ചിട്ടില്ല. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈ പേര് ആരെ അറിയാവുള്ളതാണ്? ഈ പേര് ലഭിക്കുന്നവനല്ലാതെ വേറെ ആരും അറിയരുതെന്നോ ഇന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആരോടെങ്കിലുമൊക്കെ പറയും, ദൈവം എനിക്ക് ഇങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ട്. നമ്മുടെ സ്വഭാവം ദൈവത്തിന് അറിയാം. എത്ര രഹസ്യമായിട്ട് വെച്ചോണമെന്ന് പറഞ്ഞാലും രഹസ്യമായിരിക്കും കൂടുതൽ പറയുന്നത്. രഹസ്യമായിട്ട് വെക്കണമെന്നുള്ളതായിരിക്കും വേറൊരു ചെവിച്ചെന്ന് പറയുന്നത്. അല്ല, രഹസ്യമായിട്ട് പറയുള്ളൂ, പക്ഷെ അത് എല്ലാവരോടും പറയുകയും ചെയ്യും. അത് നമ്മുടെ സാധാരണ ഒരു സ്വഭാവം കൂടെ ആണല്ലോ. അധികം പരസ്യപ്പെടുത്തേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരാളോട് വിളിച്ചു പറയിച്ചു പറയും, ഇത് വേറെ ആരും അറിയില്ല. ഇത് തന്നെ അടുത്ത ആളോട് പറയുക, ആരും അറിയരുത്.
ഇതൊരു സ്വഭാവമാണ് മനുഷ്യന്റെ. അതുകൊണ്ട് ദൈവം ആ പേര് ഇപ്പം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ല. അത് അന്നേ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. പക്ഷേ അതിലൂടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. അന്നും ഈ പേരിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്ത ഒരു പുതിയ പേര്. അപ്പൊ അന്നും ഈ പേരറിയാവുന്നത് ആർക്കേ ഉള്ളൂ? വിളിക്കുന്നയാളിനും വിളി കേൾക്കുന്നയാളിനും അറിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ പേരെടുത്തൊക്കെ വിളിക്കുന്ന, ഇപ്പൊ സർവ്വസാധാരണമായി നമ്മളെ വിളിക്കുന്ന പേരുകളുണ്ട്. ചിലർ മാത്രം നമ്മളെ വിളിക്കുന്ന ചില പേരുകളുണ്ട്, അല്ലേ? ഇപ്പം ഒഫീഷ്യലി പറഞ്ഞാൽ കൂടുതൽ ആളുകളും എന്നെ വിളിക്കുന്നത് സജീവ് എന്നാണ്. എന്നാൽ നമ്മുടെ ഇടയിൽ തന്നെ ഒരു പങ്ക് ആളുകൾ എന്നെ ആ പേരല്ല വിളിക്കുന്നത്. അതറിയാമെങ്കിലും കുറച്ചുകൂടെ ഹൃദ്യമായ ഒരു ബന്ധം, ഡായി എന്നുള്ള പേര് വിളിക്കുമ്പോൾ ഒരു ഹൃദ്യമായ ബന്ധം. ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ അധികം കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ഇടയിലുള്ള ഒരു ദൈവദാസൻ എൻ്റെ ഈ പേര് അറിയാവുന്നേ ഞാൻ ധരിച്ചില്ല. അദ്ദേഹം ഒരു ആവശ്യത്തിന് എന്നെ ഫോൺ വിളിച്ചേച്ച് ഡായി ആണോ എന്നാണ് ചോദിച്ചത്. അപ്പം തന്നെ ഞാൻ ഓർത്തു, ആ അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്പം കൂടെ ഒരു അടുപ്പം എന്തോ എന്നോടുണ്ടോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പൊ ചിലര് മാത്രം വിളിക്കുന്ന, അല്പം കൂടെ ഹൃദ്യതയോടെ ഇടപെടുന്ന ചില പേരുകൾ, അതൊരു പക്ഷെ നമുക്ക് എല്ലാവർക്കും കാണും. ഒരു പക്ഷെ ചിലരെ നമ്മൾ ആ പേരിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പേരുണ്ടെങ്കിലും ആ പേര് ചിലപ്പം വിളിക്കത്തില്ല. ഓമന പേരുകൾ നമ്മൾ മാത്രം വിളിക്കുന്ന ചില പേരുകളൊക്കെ കാണും. അതുപോലെ ദൈവത്തിന് മാത്രം എന്നെ വിളിക്കാവുന്നതും ഞാൻ മാത്രം അറിയുന്നതുമായ ഒരു പേര്, അതെന്താ സൂചിപ്പിക്കുന്നത് അറിയാമോ? ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം ഞാനും ദൈവവും കൂടെ ഉള്ള ബന്ധമാണ്. അത് ആ പേഴ്സണൽ റിലേഷൻഷിപ്പിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കും. എന്നെ അവൻ പേര് ചൊല്ലി വിളിക്കുമ്പോൾ അത് ഞാനും ദൈവവും മാത്രം അറിയേണ്ട ചില വിഷയങ്ങളാണ്. ആ പേര് പോലും വേറെ ആരും അറിയണ്ടെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനൊരു പേര് ദൈവം എനിക്ക് വെച്ചിട്ടുണ്ട്. എനിക്കെന്നല്ല, ജയിക്കുന്നവർക്കെല്ലാം. ഇനി ആ ജയിക്കുന്നവൻ ആരാന്നാ നമ്മൾ നോക്കാൻ പോകുന്നത്. ജയിക്കുന്നവന് ഇങ്ങനൊരു പേര് ദൈവം വെച്ചിട്ടുണ്ട്. അത് ആ വെള്ളക്കല്ലിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോഴേ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അത് അന്ന് നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടുകൊള്ളുന്നേ ഉള്ളൂ. ഒരുപക്ഷെ ആ കല്ല് എനിക്ക് ആ ട്രോഫി, ആ കല്ല് എൻ്റെ കയ്യിൽ തരുമ്പോഴാണ് ഇങ്ങനൊരു പേര് എനിക്കുണ്ടല്ലോ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഞാനും ദൈവവുമായിട്ടുള്ള നിത്യത മുഴുവനുള്ള ആ സംവാദത്തിൽ, ആ സംസാരത്തിൽ, ആ ബന്ധത്തിൽ ഞാൻ ഏത് പേരിലാണ് ദൈവത്തിൻ്റെ മുമ്പിൽ അറിയുന്നത്? ഒരു പുതിയ പേര്. ഈ പുതിയ പേരെന്ന് പറയുന്നത് അനേക ആത്മീക ആശയങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതിലൊന്ന് മാത്രം ഞാനിപ്പോൾ ഒന്ന് എടുത്തു പറയുക. ആ പുതിയ പേര് ദൈവവും ഞാനും മാത്രം അറിയുന്ന പുതിയ പേര്. ആ പേരിലാണ് ദൈവം എന്നെ വിളിക്കുന്നതെങ്കിൽ ഞാനും ദൈവവും മാത്രമുള്ള ഒരു പ്രത്യേക ബന്ധമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ഉള്ളിൽ എനിക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അതാണ് ആ പേര് സൂചിപ്പിക്കുന്നത്. സാധാരണ ഒരു പേരിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആർക്കും ഇല്ലാത്ത പുതിയ പേരൊക്കെ കണ്ടുപിടിക്കാൻ. ആ നിത്യതയിൽ എത്ര ലക്ഷങ്ങൾ, എത്ര കോടികൾ, എത്ര നമുക്ക് പറയാൻ പറ്റുമോ, എത്ര വലിയൊരു കൂട്ടം ഇവർക്കെല്ലാം ദൈവം പ്രത്യേക പേരിടുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഉള്ളിൽ എത്രമാത്രം പ്രാധാന്യമുള്ളവരാണ്. ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ ആ ഇടപെടിയിൽ, ദൈവത്തിൻ്റെ ആ ബന്ധം, ദൈവത്തിൻ്റെ ആ ഹൃദ്യത അതെത്ര വലുതാണ്. നിത്യതയിൽ ദൈവം എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ കരുതി വെച്ചിട്ടുണ്ടല്ലോ. എനിക്കൊരു പുതിയ പേരുമിട്ട് ആ പേരിൽ എന്നെ വിളിക്കുന്ന ഒരു ദൈവം. വലിയ വലിയ ആളുകളൊക്കെ നമ്മുടെ പേരെടുത്ത് നമ്മളെ ഒന്ന് വിളിക്കുക എന്ന് പറയാൻ നമുക്ക് വലിയ സന്തോഷം, അല്ലേ? വലിയ ആളുകളൊക്കെ നമ്മളെ ഇപ്പം യാദൃശ്യം പെട്ടെന്നൊരു ദിവസം രാവിലെ ഒരു ഫോൺ വരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ വായിക്കുമ്പം ഭാവനയിലൂടെ ചിലതൊക്കെ പോകും. സംഭവിക്കുന്ന കാര്യങ്ങളല്ല, എന്നാലും മനസ്സിൽ വെറുതെ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറയുന്നേ ഉള്ളൂ. സാധാരണ രാവിലെ ധാരാളം ഫോൺ കോളുകൾ വരും. പലരും ഒക്കെ വിളിക്കും വല്ല കാര്യങ്ങൾക്കുമൊക്കെ. വിളിക്കുന്നത് ചിലപ്പം എഴുന്നേൽക്കുന്നതിന് മുമ്പാണെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്തുവോ മറുപടിയും പറയുക ഞാൻ അവിടെ വെക്കും. ചിലപ്പം അതാരാ വിളിച്ചതെന്ന് ഇപ്പം ആരിച്ച് ചോദിച്ചാൽ പോലും ഞാൻ പറയും അപ്പം കിടന്ന് ഉറങ്ങും. അതറിയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയുള്ള പല ഫോണുകളും പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ അങ്ങനെ പറയത്തക്ക ഗൗരവമുള്ളതല്ല എന്ന് ഞാനിങ്ങനെ ചിന്തിക്കട്ടെ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഫോൺ ബെല്ലടിക്കുന്നു. ഓടിച്ചെന്ന് ഫോൺ എടുക്കുമ്പോൾ മറുവശത്തുനിന്ന് ഒരു ശബ്ദം, ഹലോ, ഇത് സജീവാണോ? അതെ. എൻ്റെ പേരെടുത്ത് വിളിച്ചിരിക്കുക. അപ്പം ഞാൻ തിരിച്ചു വെച്ചു, ഇതാരാ? ഞാൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ.
ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്നെ ഒന്ന് ഫോൺ എടുത്ത് വിളിച്ചെന്ന് പറഞ്ഞാൽ ആ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പഴയ പോലെ ഞാൻ കട്ടലിന്റെ കീഴിലോ അല്ലെ അപ്പുറത്തോ മാറ്റി വെച്ചിട്ട് പിന്നെ കിടന്നുറങ്ങും. ഞാനെന്നല്ല, നിങ്ങളാണെങ്കിലും കിടന്നുറങ്ങും. പിന്നെ അന്നത്തെ ദിവസം അടുത്ത രാത്രിയിലും ഉറക്കം വരത്തില്ല. ഇല്ല, ആരോടെങ്കിലും ഒക്കെ ഇതൊന്ന് പറയണം. എന്താ കാരണം? എൻ്റെ എന്തെങ്കിലും ഗുണമല്ല, എൻ്റെ ഫോണിന്റെ വലിയ മഹിമയല്ല, വിളിച്ച ആളാരാണെന്നുള്ളതാ. ആ ആളെന്നെ പേരെടുത്ത് വിളിച്ചു എന്ന് പറയുമ്പോൾ ആളിന്റെ മുമ്പിൽ എന്നെ ഒന്ന് പരിഗണിച്ചല്ലോ, അതെനിക്കൊരു വലിയ കാര്യമാണ്. ഞാൻ പെട്ടെന്ന് കാണുന്നവരോടൊക്കെ പറയും, പുറത്തോട്ടിറങ്ങും, അയൽക്കാരൊക്കെ ഉണർന്നിട്ടുണ്ടോ എന്ന് നോക്കും, ഓടിച്ചെന്ന് അവരോടൊക്കെ പറയും, ചോദിക്കണ്ട, ഇപ്പൊ ഒരു ഫോൺ വന്ന് ആരാന്നറിയാമോ, ഇന്ന ആളാ. പിന്നെ അന്ന് ആരൊക്കെ എന്നെ ഫോൺ വിളിച്ചോ അവരോട് ആദ്യം പറയുന്നത് ഇതായിരിക്കും. അപ്പൊ വിളിച്ച ആളിന്റെ മഹത്വം, ആ ആളിന്റെ ഉള്ളിൽ എൻ്റെ പേരുണ്ട്, ആ ആളിന്റെ ലിസ്റ്റിൽ ഞാൻ ഉണ്ടെന്നുള്ളത് ഒരു അഭിമാനമാണ്. ഇവിടെ പറയുക, സ്വർഗത്തിൽ ചെന്ന് നിത്യതയിൽ ചെന്ന് കഴിയുമ്പോൾ ജയിക്കുന്നവർ, ഞാനത് പിന്നാലെ പറയാം, എന്നാൽ നമ്മുടെ എല്ലാം ലിസ്റ്റ് അവൻ്റെ കയ്യിലുണ്ട്, നമ്മുടെ ഒക്കെ പേരുകൾ അവൻ്റെ കയ്യിലുണ്ട്. ആ പേരെടുത്തായിരിക്കും നമ്മൾ വിളിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം, സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവം, ആ വലിയവനായ ദൈവം എനിക്കൊരു പുതിയ പേരിട്ട് ആ പേരിൽ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആരാ? എൻ്റെ പദവി എന്താ? പ്രിയപ്പെട്ടവരെ, ആ ഭാവി ഓർക്കുമ്പോൾ ആ ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാട് എത്രമാത്രം വലുത്, ആ ദൈവത്തോട് നാം എത്രമാത്രം വിശ്വസ്തത പുലർത്തുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരു പുതിയ പേര് നമുക്ക് നൽകുവാനായിട്ട് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ ദൃഷ്ടാന്തത്തിലൂടെ അല്പം ചില കാര്യങ്ങളിലൂടെ ഞാൻ ഓർപ്പിക്കാം. എന്നാൽ ഇവിടെ പറയട്ടെ, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര് കൊടുക്കും. അത് ദൈവവും ഞാനും മാത്രം അറിയുന്ന, ദൈവവും ഞാനും മാത്രം തമ്മിലുള്ള ആ വ്യക്തിബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിവിടെയും അങ്ങനെ തന്നെയാണ്. ശരിയായ ആത്മീക ബന്ധമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുൻപാകെ കാണിക്കുന്നതല്ല, പിന്നെ ഞാനും ദൈവവുമായിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുൻപാകെ എനിക്ക് പലതും കാണിക്കാൻ പറ്റും, ആത്മീയനെന്ന് വെളിപ്പെടുത്താൻ പറ്റും. ദൈവവും ഞാനും തമ്മിൽ ആ രഹസ്യബന്ധത്തിൽ അതെങ്ങനെ? അതാണ് ശരിയായ ആത്മീക ബന്ധം. ഈ ജയിക്കുന്നവനെ കുറിച്ച് മുമ്പോട്ട് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്. 21 അധ്യായത്തിന്റെ 7-ാം വാക്യം, വെളിപ്പാട് 21:7. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അവിടെ അതിനു മുമ്പിൽ കുറെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ അവകാശങ്ങളൊക്കെ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. പക്ഷെ അവിടെ പറയുന്ന ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ, ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. എന്നിട്ട് അടുത്ത് പറയാം, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പൊ ജയിക്കുന്നവൻ ആരാ? ജയിക്കുന്നവൻ ആരാന്ന് ആ വാക്യം പറയുക. ജയിക്കുന്നവൻ അപ്പന്റെ മകനാണ്, ദൈവത്തിന്റെ മകനാണ്. നമ്മളാ ദൈവമക്കളാണ്. എങ്ങനെയാ ദൈവമക്കളായത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഈ ആ ജയിക്കുന്നവരെ കുറിച്ച് പറയുന്ന ഒരു വാക്യം കൂടെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അവിടെ ഈ ജയിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അത് ആരെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 1:5. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, 4-ാം വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ചത് ഏമോ നമ്മുടെ വിശ്വാസമാകുന്നു. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ആരാ ജയിച്ചവൻ? ജയിക്കുന്നവൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണ്? ഇത് രണ്ടും ഒരാളാണ് എഴുതിയത്. യോഹന്നാന്റെ ലേഖനം എഴുതിയതും വെളിപ്പാട് പുസ്തകം എഴുതിയതും ഒരാളാണ്. ആ യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, ജയിക്കുന്നവന് പുതിയ പേര്. ആരായി ജയിക്കുന്നവൻ? ജയിക്കുന്നവൻ ആരാന്ന് ഇവിടെ പറഞ്ഞു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചു. ദൈവപുത്രനുള്ള വിശ്വാസം ആർക്കുണ്ടോ അവരാ ജയിച്ചവര്. അങ്ങനാണെങ്കിൽ ആ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്കും ദൂത് കൊടുക്കുമ്പോൾ പറയുകയാണ്, ജയിക്കുന്നവന് ഇന്നത് കിട്ടും, ജയിക്കുന്നവൻ ഇന്നത് കിട്ടും. അത് സഭയോടാ. അങ്ങനെയാണെങ്കിൽ ആരാ ജയിച്ചത്? ജയിക്കുന്നവരെന്ന് നമ്മളെക്കുറിച്ച് വേറെ ഭാഗത്തൊക്കെ പറയുന്നത് നമ്മൾ ജയാളികളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ വേദഭാഗത്തോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല. ഈ ആശയം മാത്രം ഒന്ന് നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുന്നേ ഉള്ളൂ. ദൈവപുത്രൻ വിശ്വസിച്ചവർ, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും. ആരാ ജയിച്ചവർ? ജയിച്ചവരെന്ന് ആരെ കുറിച്ചാ പറയാവുന്നത്? നമ്മളെ കുറിച്ചാ.
നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ നമ്മൾ ആരാ? ആ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളുടെയും ദൂതിൽ പറയുമ്പോൾ ജയിക്കുന്നവൻ ഇന്നത് കിട്ടുമെന്ന് പറയുന്നത് സഭയിലെ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ എന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച, ദൈവത്തിൽ നിന്ന് ജനിച്ച എല്ലാവരെയും ഉദ്ദേശിച്ച് പറയുകയാണ്, നിങ്ങളാ ജയിച്ചവർ. അപ്പൊ ഒരർത്ഥത്തിൽ നമ്മൾ ജയിച്ചവരാണ്. നമുക്കുള്ള അവകാശങ്ങൾ ഇവിടെ പറയുന്നത്. നമ്മൾ ജയിച്ചവരെന്നുള്ള നിലയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ വിജയം വെളിപ്പെടേണ്ട പല മേഖലകളുണ്ട്. ദൈനംദിനം പാപത്തിന്റെ മേൽ വിജയം വരിച്ച്, ലോകത്തിന്റെ മേൽ വിജയം വരിച്ച്, പിശാചിന്റെ മേൽ വിജയം വരിച്ചൊക്കെ നമ്മൾ ജീവിക്കണം. അത് അതിന്റെ പ്രായോഗിക വശം. എന്നാൽ സ്ഥാനീയമായി നമ്മെ ഏത് ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുക? നമ്മെ ജയിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് ഒരു പുതിയ പേര്. നമ്മളൊരാളെ പുതുതായിട്ട് കാണുമ്പോൾ, മുൻപ് പരിചയമില്ലാത്ത ഒരാളെ പുതുതായിട്ട് കണ്ടു, അടുത്ത് വന്നു, ഇടപെടാൻ അവസരം കിട്ടിയാൽ ആദ്യം ചോദിക്കുന്നത് എന്തായി? സാധാരണ ആദ്യം ചോദിക്കുന്നത് എന്തായി? വാട്സുണ്ണി അല്ലേ, നിങ്ങളുടെ പേരെന്താ? അത് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല, പേര് പറയും. പിന്നെ ചിലതൊക്കെ ചോദിച്ചാൽ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലേ? എല്ലാം ഒന്നും ചോദിച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലെന്ന് വരും. അതുകൊണ്ട് ഇത് എല്ലാവർക്കും വലിയ പ്രശ്നമില്ലാതെ പേര് മറുപടി പറയും. ആദ്യം ചോദിക്കുന്ന പേര് അവരുടെ പേരാണ്. അതറിയാൻ ആഗ്രഹിക്കും. ഈ ചോദിക്കുന്ന നമുക്ക് നമ്മുടെ പേരറിയത്തില്ലെന്നുള്ളതാണ് അല്ലേ? നമുക്കൊരു പുതിയ പേര് ദൈവം ഇട്ടിട്ടുണ്ട്, അറിയാമോ? നമുക്കറിയത്തില്ല നമ്മുടെ കാര്യം. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ പേര്, അത് സ്വാഭാവികം, ചോദിക്കണം, അറിയണം, പരിചയപ്പെടണം. അത് അതിൻ്റെ നല്ല വശം. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് അതറിയാനൊരാഗ്രഹമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിച്ച്, നമുക്ക് പോലും ഇപ്പം അറിയാൻ പാടില്ലാത്ത ഒരു പുതിയ പേര് ദൈവം. അങ്ങനെ ആണെങ്കിൽ പേരുൾപ്പെടെ, ആദ്യം ചോദിക്കുന്ന പേരുൾപ്പെടെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ സ്വർഗം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. എന്താ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്? സ്വർഗത്തിലെ സകല ആത്മീയ, അവിടെ ഏകവചനം, അതുകൊണ്ട് അത് തന്നെ പറയുന്നു നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും എന്നല്ല, പിന്നെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും എന്ന് പറഞ്ഞാൽ ഈ പുതിയ പേര് തുടക്കമാണ്. ആദ്യം ചോദിക്കുന്നതാ ആ പുതിയ പേരെന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് പലതും ചോദിക്കാനുണ്ടെന്നുള്ളതിൻ്റെ എന്ന് പറഞ്ഞാൽ, ഒരാളെ കാണുമ്പോൾ ആദ്യം പേര് ചോദിച്ചാൽ പേര് മറുപടി പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ മതി, ഇനി ഒന്നുമില്ല, അങ്ങ് പോവാണോ? അതൊരു തുടക്കമാണ് അല്ലേ? പേരങ്ങോട്ട് ചോദിച്ചെന്ന് പരിചയം തുടങ്ങുക. പേര് ചോദിച്ചു, പേര് പറയുന്നു, എവിടുന്ന വരുന്നത്, അടുത്തത്, അങ്ങനെ എന്തെങ്കിലും കുറച്ചു നേരം കൂടെ ചോദിക്കൂ. അപ്പൊ അതിന്റെ തുടക്കമാണ് ആ പേര്, ആ പുതിയ പേര്. അറിയത്തില്ലാത്ത ആ പേര് ആളിന്റെ ചോദിച്ചു മനസ്സിലാക്കുക. പറയട്ടെ, സ്വർഗം, ദൈവം നമുക്കൊരു പുതിയ പേര് തരുന്നെന്ന് പറഞ്ഞാൽ പിന്നീടുള്ള സകല അനുഗ്രഹത്തിന്റെയും തുടക്കമാണ് ആ പുതിയ പേര്. ആ പുതിയ പേര് നമുക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് തന്നിരിക്കുക. എന്താ ഉറപ്പ്? ആ പേര് തന്നതോടെ ഇതെല്ലാം നമുക്ക് തന്നിരിക്കുക. അപ്പൊ ദൈവത്തിന്റെ മകനാണെന്നുള്ളതിന്റെ ഒരു ഉറപ്പാണ്. ദൈവം നമ്മെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ ഉറപ്പാണ്. ദൈവവും നാമും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ ഉറപ്പാണ്. ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന സകല അനുഗ്രഹത്തിന്റെയും അതിലൂടെയുള്ള സകല അനുഗ്രഹങ്ങളുടെയും ഒരു ഉറപ്പാണ് ഈ പുതിയ പേര് എന്ന് പറയുന്നത്. ഇത് ആർക്കുള്ളതാണ്? ഇത് ദൈവം തരുന്ന പേരാ, ദൈവം ഇടുന്ന പേരാ. ഞാൻ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിനും നമുക്ക് മാത്രം, ഇപ്പം ദൈവത്തിന് മാത്രം, അത് കിട്ടുമ്പം ലഭിക്കുന്നവന് മാത്രം. അങ്ങനെ ഒരു പുതിയ പേര്. ഈ പുതിയ പേരിനോടുകൂടെ പേര് മാത്രമല്ല, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. എന്നാൽ അതിനേക്കാൾ ഞാനിങ്ങനെ പറയട്ടെ, ഇവിടെ തന്നെ പത്രോസിനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ പുതിയ പേര് കൊടുത്തിട്ട് ആ പേരിൻ്റെ കൂടെ പുതിയ തൊഴിൽ കൊടുത്തു, പുതിയ സ്വഭാവം കൊടുത്തു. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതവിടെ നിർത്തി. പഴയ നിയമത്തിലെ ദൃഷ്ടാന്തത്തിലേക്ക് വരിക. പഴയ നിയമത്തിൽ ജയിക്കുന്നവൻ ഒരു പുതിയ പേര് കൊടുത്തു. അവിടെ ആർക്കാ കൊടുത്തത് പുതിയ പേര്? യാക്കോബിനാണ് കൊടുത്തത്. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 28 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, യാക്കോബിനാണ് പുതിയ പേര് കൊടുത്തത്. ഇസ്രായേൽ എന്ന് പറയുന്ന പുതിയ പേര് യാക്കോബിന് കൊടുത്തു. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ച പ്രമാണപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. ഈ സാധാരണ ദൃഷ്ടാന്തങ്ങൾ ഉപദേശം പഠിപ്പിച്ചിട്ടാണ് ദൃഷ്ടാന്തം പറയുന്നത്. സാധാരണ സാറുമാരൊക്കെ പഠിപ്പിക്കുമ്പോൾ വിഷയം പഠിപ്പിക്കും, മനസ്സിലാകാതെ വരുമ്പോൾ ഉദാഹരണത്തിലൂടെ തെളിയിക്കും.
പക്ഷെ നമ്മുടെ കർത്താവ് ചെയ്തു പോകുന്നത് എങ്ങനെയാണ്? അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നുണ്ട്, അവൻ ചെയ്തു ഉപദേശിച്ചു. ഉപദേശിച്ചിട്ട് പിന്നെ ചെയ്തു കാണിക്കുകയല്ല. ആദ്യം എന്ത് ചെയ്തു? ആദ്യം ചെയ്തു, പിന്നെ ഉപദേശിച്ചു. അതിനൊരു നല്ല ദൃഷ്ടാന്തം കൂടെ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലെ ജയിക്കുന്നവന് പുതിയ പേര് കിട്ടുമെന്നുള്ള ആ പ്രമാണം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ട. കാരണം ജയിച്ചവന് കൊടുത്ത ഉദാഹരണത്തോടെ ബൈബിള് തുടങ്ങുന്നത് തന്നെ. ഇപ്പൊ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയും നേരം വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. വെളിപ്പാട് പുസ്തകത്തിൽ എന്ന് പറയും നമുക്കൊക്കെ ഒരു പുതിയ പേരുണ്ട്, വെള്ളക്കല്ലുണ്ട്, അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കറിയാം ഇതൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു പുതിയ പേര് ഇനി ഉണ്ടോ? ഒരു സംശയം തോന്നാം. സംശയിക്കണ്ട. ജയിക്കുന്നവന് പുതിയ പേര് കൊടുക്കുക എന്നുള്ളത് ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ദൃഷ്ടാന്തത്തിലൂടെ തെളിയിച്ചിട്ടാണ് പിന്നീട് ഈ പ്രമാണം ബൈബിളിന്റെ ഒടുവിൽ വന്നപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ദൃഷ്ടാന്തം ഒന്ന് നോക്കിക്കേ. യാക്കോബിനോട് പറയുന്നതാണ്. 28-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ഉൽപ്പത്തി 32:28. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. ആർക്കാ പുതിയ പേര് കൊടുത്തേ? നമ്മൾ ഇതുവരെ ചിന്തിച്ച വിഷയപ്രകാരം പറഞ്ഞാൽ ആർക്കാ പുതിയ പേര് കൊടുത്തേ? യാക്കോബിനെന്ന് പറയും. പക്ഷെ ഒന്നുകൂടെ പറഞ്ഞാൽ ആർക്കാ കൊടുത്തേ? ജയിച്ചവൻ, അല്ലേ? ജയിച്ചവനാ കൊടുത്തത്. ഈ പുതിയ പേര് ദൈവം നൽകുന്നത് ജയിച്ചവർക്കാണ്. നമ്മളതിൽ പെട്ടു. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ മകനായതുകൊണ്ട്, മകളായതുകൊണ്ട് ജയിച്ചവരുടെ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി. പക്ഷേ ഈ ഒരു വിജയിച്ചവരുടെ ഗണത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് എങ്ങനെ? ഈ പുതിയ പേര് കിട്ടിയത് ജയിച്ചവർക്കാണ്. ദൃഷ്ടാന്തം പറയുന്നു, ജയിച്ചവനാ പുതിയ പേര് കൊടുത്തത്. എങ്ങനെ നമുക്ക് ജയം തന്നു എന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. എങ്ങനെ നമ്മളെ പുതിയ പേരിന് അവകാശിയാക്കി, എങ്ങനെ നമ്മളെ ജയിക്കുന്നവരുടെ ഗണത്തിൽ കൊണ്ടുവന്നു. ഈ പ്രമാണമൊക്കെ നിത്യതയിലുള്ള പ്രമാണങ്ങളാണ്. ഈ പ്രമാണത്തിന് ലംഘനം വരുത്താൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വരുത്താൻ പറ്റത്തില്ല. പുതിയ പേര് ആർക്കേ കൊടുക്കാവൂ? ജയിക്കുന്നവനെ കൊടുക്കാവൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ പേരിന് യോഗ്യരല്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ പേര് കിട്ടത്തക്ക വിജയത്തിലേക്ക് വരാൻ നമ്മളെ കൊണ്ട് കഴിയുമായിരുന്നില്ല. അവിടെയാണ് ദൈവം പ്രവർത്തിച്ചത്. അതാണ് യാക്കോബിലൂടെ നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ നാം വായിക്കുന്നത്, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട്. ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കി. അവിടെ ആരാ ജയിച്ചത്? ആ മല്ലുപിടുത്തത്തിൽ ആരാ ജയിച്ചത്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, യാക്കോബ് യബ്ബോക്കിന്റെ തീരത്ത് നിൽക്കുമ്പോൾ ഒരു പുരുഷൻ ഇറങ്ങി വന്നു, അവനുമായിട്ട് മൽപ്പിടുത്തം നടത്തി. അത് വെറുമൊരു പുരുഷനല്ല. കാരണം ആ സംഭാഷണം അവസാനിക്കുമ്പോൾ യാക്കോബ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും ജീവഹാനി വന്നില്ല. അപ്പൊ അവിടെ ഇറങ്ങി വന്നത് ആരാ? ദൈവമാണ്. ആ പുരുഷവേഷത്തിൽ ഇറങ്ങി വന്നത് ദൈവമാണ്. ദൈവം അവിടെ ഇറങ്ങി വന്ന് യാക്കോബുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തി. ആ രാത്രി മുഴുവൻ നീണ്ട മൽപ്പിടുത്തം. ആരാ ജയിച്ചത്? ആ മൽപ്പിടുത്തത്തിന്റെ ചരിത്രം അവിടെ എഴുതിയിരിക്കുന്നത് വെച്ച് ഒന്ന് പറ. ആ മൽപ്പിടുത്തത്തിൽ ജയിച്ചതാരാ? ദൈവമാ ജയിച്ചത്, അല്ലേ? ദൈവമാ ജയിച്ചത് എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ മൽപ്പിടുത്തം നടത്തി, അടിയുണ്ടായി. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ നല്ല അടിയുണ്ടായി. അവസാനം ഒരാള് എന്ന് പറഞ്ഞാൽ ഈ വന്ന പുരുഷൻ യാക്കോബിനോട്ട് നല്ലൊരു അടി കൊടുത്തു. കാലിനിട്ടാ കൊടുത്തേ. കാലിന്റെ തൊട ഉളുക്കിപ്പോയി. നല്ല അടി കിട്ടി. മറ്റേ ആളിന് ഒരു പരിക്കും പറ്റിയിട്ടില്ല. ആരാ ജയിച്ചത്? യാക്കോബാണോ? ആ പുരുഷനാണോ ജയിച്ചത്? ആ പുരുഷൻ സമം ദൈവം. അപ്പൊ ആ യബ്ബോക്കിന്റെ തീരത്തെ മൽപ്പിടുത്തത്തിൽ എന്റെയും നിങ്ങളുടെയും ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ഒരു ചരിത്രകാരൻ എഴുതി വെച്ചാൽ ആര് ജയിച്ചെന്ന് എഴുതുകൊള്ളൂ. യാക്കോബ് തോറ്റു. ഇതുവരെ എങ്ങനെ നടന്ന യാക്കോബ ഇനി അവൻ മുടന്തിയെ നടക്കാൻ പറ്റൂ? അവൻ തോറ്റു. അവൻ അടി കിട്ടി. അവൻ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ എന്നും ഒരു മുടന്തനായി മാറി. അവൻ തോറ്റു, അടി കിട്ടി. അതാ സംഭവിച്ചത്. പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ എഴുതി വെച്ചിരിക്കുന്നതല്ല. ഈ ദൈവം യാക്കോബിനോട് പറയും, യാക്കോബിന് അടി കൊടുത്ത് അവന്റെ കാലൊടിച്ചിട്ട് ഈ ദൈവം യാക്കോബിനോട് പറയുകയാണ്, യാക്കോബെ, ജയിക്കുന്നവനാ പുതിയ പേര്. അതാണ് ദൈവത്തിന്റെ പ്രമാണം. നിനക്കത് തരണമെന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തേക്കാം, ഞാനങ്ങ് തോറ്റു തന്നേക്കാം. അതല്ലേ അവിടെ സംഭവിച്ചത്? അവിടെ യാക്കോബിന്റെ മുമ്പിൽ ദൈവം അങ്ങ് തോറ്റു കൊടുക്കുക.
അവിടെ യാക്കോബിന്റെ മുമ്പിൽ തോറ്റു കൊടുത്തിട്ട് സമ്മതിക്കുക ദൈവം, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് ദൈവവുമായി മൽപ്പിടുത്തം നടത്തി ജയിക്കാനുള്ള ഒരു യോഗ്യതയും യാക്കോബിനില്ലെന്ന് ദൈവത്തിനറിയാം. പക്ഷേ ആ മൽപ്പിടുത്തത്തിൽ അടി കൊടുത്തവന്റെ കാല് ഒടിച്ചു മാറ്റിയിട്ട് ദൈവം അവന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, നീയാ ജയിച്ചതെന്ന്. ഞാൻ പറയട്ടെ, ഒരു പുതിയ പേര് തരാൻ വേണ്ടി എന്നെ ജയിപ്പിക്കണം. ജയിച്ചാലേ ആ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ, ജയിച്ചാലേ പുതിയ പേര് തരാൻ പറ്റുള്ളൂ. അതാ വചനത്തിന്റെ പ്രമാണം. അത് ജയിക്കാൻ ഞാൻ എത്ര മല്ല് പിടിച്ചാലും സാധ്യമല്ല, എന്നെല്ലാം ചെയ്താലും സാധ്യമല്ല. അതുകൊണ്ട് ദൈവം തന്നെ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം തന്നെ ഒരു മനുഷ്യവേഷം എടുത്ത് ഇങ്ങോട്ട് വന്ന് ഒരു മൽപ്പിടുത്തമൊക്കെ നടത്തി, എന്നിട്ട് അവസാനം ഒരു സർട്ടിഫിക്കറ്റ് തരിക, നീ ജയിച്ചു. ഞാൻ ചോദിക്കട്ടെ, ആ നേരം വെളുത്തപ്പം ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് യാക്കോബ് പ്രതീക്ഷിക്കാമോ? നമ്മളിങ്ങനെ ചിന്തിച്ചപ്പോൾ പിള്ളേരൊക്കെ പരീക്ഷയ്ക്ക് പോയി എഴുതി, ഒരു പ്രതീക്ഷയും ഒന്നും എഴുതാൻ പറ്റിയില്ല, പഠിച്ചതൊന്നുമല്ല വന്നേ. റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടെ ജയിച്ചെന്ന് കണ്ടാൽ അവർക്ക് തന്നെ അത്ഭുതമായിരിക്കും അല്ലേ? ഇതെങ്ങനെ സാധിക്കും? ഞാൻ ഒന്നും എഴുതിയില്ലല്ലോ, ഞാൻ ഒന്നും പഠിച്ചില്ലല്ലോ, ഞാൻ പഠിച്ചതൊന്നും അല്ലല്ലോ വന്നത്. പക്ഷെ അത് റിസൾട്ട് വന്നപ്പോൾ അത് കാണുമ്പോൾ നമ്മളും ചിലപ്പം പറയും തമാശന്, മാറിപ്പോയോ, എല്ലാവരുടെയും പേപ്പറാണോ നിന്റെ പേര് നോക്കിയേ, മാർക്ക് മാറിപ്പോയതാണോ, തമാശന് പറയും. എന്താ, വിശ്വസിക്കാൻ പറ്റത്തില്ല. നേരം വെളുത്തപ്പം ദൈവം യാക്കോബിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു, നീ ജയിച്ചു എന്ന്. യാക്കോബിന്റെ, നമ്മുടെ ഭാഷ പറയും, യാക്കോബിന്റെ കണ്ണ് തള്ളിപ്പോയി. യാക്കോബ് അത്ഭുതപ്പെട്ടു പോയി കാണും. എന്നെ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു, ഈ തോറ്റുപോയ എന്നെ, ഈ അടികെട്ടിയ എന്നെ, ഈ മുടന്തനായിപ്പോയ എന്നെ, ഇനി ചൊവ്വ നടക്കാൻ പറ്റാത്ത എന്നെ ജയിച്ചു എന്നും പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് അത് ആരും തരിക? ആരായി സർട്ടിഫിക്കറ്റ് തരുന്നത്? ദൈവം തന്നെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരിക. യാക്കോബിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതാ നമ്മിൽ സംഭവിച്ചത്, ഇതല്ലേ നമ്മിൽ സംഭവിച്ചത്. വേണമെങ്കിൽ പടയാളികൾ പിടിക്കാൻ വന്നപ്പോൾ പിടികൊടുക്കാതെ രക്ഷപ്പെടാമായിരുന്നു നമ്മുടെ കർത്താവിന്. ഗെത്സമനത്തോട്ടത്തിൽ പിടികൊടുത്തു, തോറ്റു തന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ ജയിക്കുന്നു, എന്നെ ജയിപ്പിക്കാൻ. കാൽവറിയിലെ ക്രൂശിൽ കിടന്നപ്പോൾ നീ ദൈവപുത്രനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അതിലെ പോയവര് മുഴുവൻ പരിഹസിച്ച് വിളിച്ചു പറഞ്ഞപ്പോൾ ദൈവപുത്രനായതുകൊണ്ട് ധൈര്യത്തോടെ ഇറങ്ങി വരാമായിരുന്നു. ഇറങ്ങി വന്നില്ല. എന്തുകൊണ്ട്? തോറ്റു തരികയായിരുന്നു എനിക്ക് വേണ്ടി. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തോറ്റു തരാൻ തയ്യാറായതുകൊണ്ടാണ് ഞാൻ ഈ ജയിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരു പുതിയ പേരുണ്ടെന്ന് അവകാശപ്പെടുന്നത്. അതേ പ്രിയപ്പെട്ടവര്, എന്നെ നിങ്ങളെ പുതിയ പേര് തരുവാൻ പ്രമാണത്തിന് മാറ്റം വരുത്താൻ പറ്റത്തില്ല, പ്രമാണത്തെ തിരുത്താൻ പറ്റത്തില്ല. ജയിക്കുന്നവനാ പുതിയ പേര്. അത് ജയിക്കാൻ എത്ര ശ്രമിച്ചാലും നമ്മളെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അവിടെയാണ് ദൈവം ആ സർട്ടിഫിക്കറ്റ് തന്നത്. ഇനി അവിടെ പറയുന്ന ഒരു വാചകം കൂടെ ഞാൻ പറയട്ടെ, നീ ദൈവത്തോടും മനുഷ്യനോടും. ഞാൻ ഈ ഭാഗം യാക്കോബിന്റെ ഈ ചരിത്രം ഇതിനു മുമ്പ് ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതാണ്, ആ വേദഭാഗം. അതുകൊണ്ട് പറഞ്ഞ ഒരാഴ്ച ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ആ മൽപ്പിടുത്തത്തിൽ ദൈവം പറയുകയാണ്, യാക്കോബെ നീ ദൈവത്തോട് ജയിച്ചെന്ന്. അങ്ങനെയാണെങ്കിൽ ആരാ ജയിച്ചത്? ഇപ്പം ആര് ജയിച്ചെന്ന് പറയാം. സർട്ടിഫിക്കറ്റ് കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആരാ ജയിച്ചേ? യാക്കോബാ. ഞാൻ തിരിച്ചു വെക്കട്ടെ, ആരാ തോറ്റത്? ആര് തോറ്റോട്? രണ്ടുപേരും തന്നെ വഴക്ക് പിടിച്ചാൽ ഒന്നിൽ ഒരാൾ ജയിക്കും, മറ്റേ ആള് തോക്കും. ഇവിടെ യാക്കോബാ ജയിച്ചതെങ്കിൽ ആരാ തോറ്റത്? പറയാനൊരു വിഷമം, ദൈവം തോറ്റെന്ന് പറയാനൊരു വിഷമമില്ലേ? ദൈവം അത് സമ്മതിച്ചു കൊടുത്തു കേട്ടോ. ദൈവം അത് സമ്മതിച്ചു കൊടുത്തു എനിക്ക് വേണ്ടി, ഞാൻ ജയിക്കാൻ വേണ്ടി, എനിക്ക് പുതിയ പേര് തരാൻ വേണ്ടി തോക്കാൻ തയ്യാറായ ദൈവം. അതെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവമല്ലേ നമ്മുടെ കർത്താവ്? ഈ കർത്താവല്ലേ നമ്മുടെ മാതൃക? എന്നെ തോറ്റു കിടന്നിടത്തുനിന്ന്, പുതിയ പേരിന് യോഗ്യതയില്ലാതെ കിടന്നിടത്തുനിന്ന്, പ്രയോജനമില്ലാതെ കിടന്നിടത്തുനിന്ന് എന്നെ കൊള്ളാവുന്നവനാക്കി മാറ്റാൻ, എനിക്ക് പുതിയ പേര് തരാൻ, എന്നെ ജയിപ്പിക്കാൻ, എനിക്ക് വേണ്ടി തോൽക്കാൻ തയ്യാറായ ഒരു കർത്താവ്. നമുക്കിന്നറിയാം, ആ തോൽവി എന്ന് പറയുന്നത് ആത്യന്തികമായ വിജയമാണ്. ഞാനിതോട് ചേർത്ത് മനസ്സിൽ വന്നൊരു കാര്യം കൂടെ പറയട്ടെ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ പോലും തോൽപ്പിച്ചെന്നാ പറഞ്ഞത്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞെടുത്ത് ഇപ്പം അതേ ദൈവത്തിനെ കുറിച്ച് പറയുക, യാക്കോബിന്റെ മുൻപിൽ അവൻ തോറ്റു കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ജയിച്ചവനായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്വർഗരാജ്യത്തിന്റെ അവകാശി എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് ആത്മീയ അനുഗ്രഹങ്ങളുടെ അവകാശി എന്ന് ഞാൻ പറയുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടി ഇങ്ങനെ പറയും. ഈ കർത്താവാണ് നമുക്ക് എല്ലാത്തിനും മാറുന്നത്. തോറ്റുകിടന്ന ഒരു മനുഷ്യനെ ജയിപ്പിക്കാൻ, അവനെ അന്വേഷിച്ച് സ്വർഗത്തിൽ നിന്ന് അവന്റെ പുറകെ വന്ന്, അവനിപ്പോ യബ്ബോക്കിന്റെ തീരത്താണ്, അവിടെ ചെന്ന് അവനെ പിടിച്ച് രൂപാന്തരപ്പെടുത്തി അവന്റെ മുമ്പിൽ തോറ്റുകൊടുത്ത്. നമുക്കൊക്കെയാണ് വേറൊരാളുടെ മുമ്പ് ഒരു സോറി എന്നൊരു വാക്ക് പറയാൻ വിഷമമാണ്, അല്ലേ? സോറി എന്നൊരു വാക്ക് തോക്കുക. അവന്റെ മുമ്പിൽ, എന്റെ മുമ്പിൽ പോയി തോറ്റു കൊടുക്കണ്ട, അവന്റെ മുമ്പിൽ പോയി ക്ഷമ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അഭിമാനം സമ്മതിക്കത്തില്ല. നമുക്കൊരാളുടെ മുൻപിൽ ഒന്ന് അല്പം കുറവ് സംഭവിച്ചാൽ, അഭിമാനത്തിന് ഇടിവ് സംഭവിച്ചാൽ, ഒരു തോൽവി സംഭവിച്ചാൽ, ഒരു സോറി പറയേണ്ടി വന്നാൽ മനസ്സനുവദിക്കത്തില്ല. പക്ഷെ നമ്മുടെ കർത്താവ് യാക്കോബിന്റെ മുൻപിൽ തോറ്റു കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് ദൈവമക്കളെ നാം ഒക്കെ ഇവിടെ ജയിച്ചവരായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഒരു ട്രോഫി അവിടെ കരുതി വെച്ചിരിക്കുന്നത്, ഒരു വെള്ളക്കല്ല്, അതിലൊരു പുതിയ പേര്, ഞാനും ദൈവവും മാത്രം അറിയുന്ന, നേരിട്ടിടപെടുന്ന ഒരു പുതിയ പേര്. എത്ര വലിയ പദവിയാണ് ദൈവം നമുക്ക് തന്നെ. ആ കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാലും, എത്ര വിശ്വസ്തത പുലർത്തിയാലും മതിയാകും ഇല്ല. ആ കർത്താവ് തന്ന മാതൃക ഇവിടെ നാമും കാണിക്കാൻ കടപ്പെട്ടവരല്ലേ. തോറ്റു കിടക്കുന്നവരുണ്ടെങ്കിൽ, പരാജയപ്പെട്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ, അവരുടെ മുൻപാകെ ഒന്ന് മടക്കി കൊണ്ടുവരുവാൻ, അവരെ ഒന്ന് നേർവഴിയിൽ കൊണ്ടുവരുവാൻ, ഒരു സോറി പറയുവാൻ, ഒന്ന് വീണ് ഒന്ന് തോറ്റു കൊടുക്കാൻ തയ്യാറായാൽ നമ്മിലൂടെയും ദൈവത്തിന്റെ നാമം അധികം മഹത്വപ്പെടുവാൻ ഇടയാകും. ദൈവം നമ്മെ സഹായിക്കും.